ഇപ്പോൾ കോഴിക്കോട് DCC പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 76 സ്ഥാനാർത്ഥികളെ വോട്ട് പരിശോധിച്ചപ്പോൾ 2 വോട്ട് മിസ്സായിരിക്കുന്നു. അതൊരു പ്രധാന കാര്യമല്ലേ? 2 ആൾക്ക് വോട്ടില്ല. ഇനി ഞങ്ങൾ പാർട്ടി ശ്രമിച്ചില്ലെന്ന് കൂട്ടാ, അല്ലെങ്കിൽ ആരെങ്കിലും അതിനുവേണ്ടി കഴിഞ്ഞ സംഘടന ശ്രമിച്ചില്ല, ഇവർക്ക് വോട്ട് ഉത്തരവാദിത്തം ഈ ഇവിടെ ജീവിക്കുന്ന 18 വയസ്സായ പൂർത്തികൾക്ക് വോട്ട് ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷനല്ലേ? ആ ഉത്തരവ് നിറവേറ്റൂടെ? അത് നടന്നോ? ഇല്ല, 2000 സൈറ്റ് കാണാൻ ഇല്ല. ഞങ്ങളിപ്പോ സൈറ്റിൽ നോക്കി. ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ അകത്ത് കാണേണ്ട ഗൗരവകരമാണ്. നിങ്ങൾ 76 വോട്ട് പരിശോധിച്ചപ്പോൾ 2 വോട്ട് മിശ്രം 3%. ഇത് എത്ര ശതമാനം വോട്ടുണ്ടാവും? ആ പട്ടിക എന്തുകൊണ്ട് സൈറ്റിലില്ല? ഇലക്ഷൻ കമ്മിറ്റി സൈറ്റിൽ പട്ടിക ഇല്ല, ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഇല്ല, സത്യമാണ്. പക്ഷെ ആ പട്ടിക സൂക്ഷിക്കാറില്ല. അതും പറയാം, ഉണ്ടാവാം. പക്ഷെ ഞാൻ പറയുന്നു ഉണ്ട്, വോട്ടുണ്ട്. അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഈ പട്ടികക്കകത്ത് ഇതിന്റെ അകത്ത് കൃത്രിമം നടന്നിട്ടുണ്ട്. വിനു വോട്ട് ചെയ്തിട്ടുണ്ട് 2000. അല്ലല്ല, പിന്നീട് 2000 വിനു വോട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ ചോദിച്ചു നോക്ക്, 2000 വോട്ട്. ഞാൻ വോട്ട് ചെയ്തതാണ്. എൻ്റെ കൗൺസിലർ മത്സരിച്ചിരുന്നത് രാജേഷാണ്. രാജേഷിന് വേണ്ടിയിട്ട് ഞാൻ വോട്ട് ചെയ്തതാണ്. ഞാനും എൻ്റെ വൈഫും വോട്ട് ചെയ്തതാണ്. ഇപ്പം ഞാൻ വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് ഞാനല്ലേ വോട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് ബൂത്തിലാണ് വോട്ട് ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ സിവിൽ സ്റ്റേഷൻ്റെ അടുത്തുള്ള സ്കൂളിലെ ബൂത്ത് നമ്പർ 4. മകനോ ഒന്ന് വോട്ടുണ്ടായിരുന്നു? മകനുണ്ടായിരുന്നു. അല്ല, മകനന്ന് സ്ഥലത്തില്ലായിരുന്നു. രണ്ടുപേരും വോട്ട് ചെയ്ത ഭാര്യയും ഞാൻ. 2020 പുറത്തു വന്ന പട്ടികയിൽ താങ്കളുടെ പേര് കാണുന്നില്ല. അത് ആ പട്ടിക കോർപ്പറേഷനിലല്ലേ? അല്ല, ഞാൻ അതിനകത്തൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കാം. ഇപ്പൊ അതിനകത്ത് 2020 വോട്ടർ പട്ടികയിലെ പേരില്ല, 23 കരട് വോട്ടർ പട്ടികയിലും പേരില്ലാത്ത സാഹചര്യമാണ്. അപ്പോൾ എങ്ങനെ 2020 വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അല്ല, ക്ലാരിറ്റി ഒന്നുമില്ല. ഞാൻ 2020 വോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. മലപ്പുറം ഡിവിഷൻ. അതെ, 8ാം വാർഡിൽ 4ാം ബൂത്തിൽ. അതായത് ക്രമ നമ്പർ പറയുന്നത്, ഇപ്പം അതിനകത്തൊരു ക്രമ നമ്പർ, അതായത് 8ാം വാർഡിലെ ക്രമ നമ്പറിൽ താങ്കളുടെ വീട് നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് 170 മുതലുള്ള ക്രമ നമ്പറാണ് വരുന്നത്. ആ 170 മുതലുള്ള ക്രമ നമ്പറിൽ 170ാമത്തെ പേര് അവിടുത്തെ ലതീഷ് പറയുന്ന ആളാണ്. 72 എന്ന് പറയുന്നത് സരസു, അവരുടെ ഭർത്താവിന്റെ പേര് ബാലൻ എന്നാണ്. പിന്നെയുള്ളത് 74 സരസ്വതി, പിന്നെ രതീഷ്, ബാലൻ നായർ, രാജൻ. ഇതാണ് താങ്കളുടെ വീടിന് ചേർന്ന് കിടക്കുന്ന മറ്റു വോട്ടർമാരുടെ പേര്. അവിടെ ഒന്നും താങ്കളുടെ പേര് കാണുന്നില്ല. അപ്പൊ എന്റെ വീടും ഞാനെല്ലാം ഭൂമിയുടെ അടിയിലേക്ക് താണുപോയത്. അല്ല, എന്താണ് അപ്പൊ സംഭവിച്ചത്? എനിക്കെങ്ങനെയാണ് അറിയാം? ഞാൻ വോട്ട് ചെയ്തതാണ്. ആ കാലത്ത് 18-20 കൊല്ലം താമസിക്കുന്ന സ്ഥലത്ത് ഞാനില്ല, ചുറ്റുപാടുള്ള ഒരു പേരുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, കഴിഞ്ഞ പട്ടികയിൽ ഈ പട്ടിക കോർപ്പറേഷനിലല്ലേ? കോർപ്പറേഷനല്ല, ഈ പട്ടിക കോർപ്പറേഷനിലല്ലേ? ഹലോ, ഈ പട്ടിക ഒരു മിനിറ്റ് ഒന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ പട്ടിക കോർപ്പറേഷനിലല്ലേ? അത് നീക്കം ചെയ്തിരിക്കുന്നതാണ്. അവർ തമ്മിൽ ഇപ്പോ നീക്കം ചെയ്തതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് 20 പട്ടികയാണെങ്കിലും ഞാൻ ഈ രാജേഷിന്റെ ഈ കൗൺസിലർ സ്ഥാനത്തേക്കുള്ളതിൽ ഞാൻ എറണാകുളത്തേക്ക് രാജേഷ് നസറേറ്റ് എറണാകുളത്തേക്ക് എനിക്ക് ഒരു ഡിസ്കഷനായിട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് എനിക്ക് വോട്ട് ചെയ്ത് പോകണമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വൈഫ് അവിടെ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്ത് തന്നുകൊണ്ട് ഞാൻ വോട്ട് ചെയ്ത് പോയതാണ്. ഇതിനകത്ത് രാജേഷ് ഇവിടെ ഉണ്ടോ? അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി ആവശ്യമുണ്ട്. ഒരു കാര്യം കൂടി ഇതിനകത്ത്, ഇതിനകത്ത് ഇപ്പം അന്ന് അതായത് 2020 മത്സരിച്ച LDF സ്ഥാനാർത്ഥി താങ്കളുടെ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തോട് വോട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് എന്ത് കഥ ഉണ്ടാക്കാന്ന്? ഇനി വരുമ്പോ ഇനി വേണമെങ്കിൽ അവര് പറയാം, ഞാൻ വരുമ്പോൾ ഞാൻ ബോധം കെട്ട് കിടക്കുകയായിരുന്നു വേണമെങ്കിൽ പറയാം. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഒറ്റ കാര്യം ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇപ്പൊ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടില്ല. രാഷ്ട്രീയത്തിൽ വരാത്ത നമ്മളെ പൗരന്മാർക്ക് വോട്ട് വേണ്ടേ? അപ്പൊ വന്നാലും ഇല്ലെങ്കിൽ എനിക്ക് വോട്ട് വേണ്ടേ അവിടെ? അത് എന്റെ അവകാശമല്ലേ?
ഈ വോട്ട് ഉറപ്പാക്കേണ്ട ഇപ്പൊ പ്രാദേശിക ഘടകങ്ങൾ ഇപ്പൊ ഇതിനകത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ അവിടെ സാധാരണഗതിയിൽ ഒരു പ്രദേശത്ത് വോട്ടുണ്ടാക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിൽ അവരുടെ അനുഭാവികളുടെയും പ്രവർത്തകരുടെയും ഒക്കെ വോട്ട് ഉറപ്പിക്കുന്നത് ആ പ്രാദേശിക ഘടകങ്ങൾ ഉറപ്പിക്കാറുണ്ട്. അതായത് വോട്ടില്ലെങ്കിൽ അവരെ വോട്ട് ചേർക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തും. അല്ലാത്ത ആളുകൾ സ്വന്തമായി വോട്ട് ചേർക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇവിടെ അങ്ങനെ വേണമെങ്കിൽ ചേർക്കാമല്ലോ, പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ള തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു വിമർശനം വരുന്നുണ്ട്. അല്ല, അങ്ങനെ വിമർശനം വെച്ചാൽ എന്റെ കഴിഞ്ഞ കൗൺസിൽ സ്ഥാനത്തേക്ക് പിന്നെ മത്സരിക്കുന്ന സമയത്ത് രാജേഷ് എന്റെ വീട്ടിൽ വന്ന് എന്റെ മരുമകളെ എന്റെ മകൻ കല്യാണം കഴിച്ച സമയത്ത് എന്റെ മരുമകളെ ചേർത്താൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു അവളെ ഇവിടെ ഇല്ല, അവൾ ഖത്തറിലാണ്, ഇവിടെ വോട്ട് ചേർത്തിട്ട് കാര്യമില്ല. അത്ര ശ്രമം നടത്തിയ ആളാണ് രാജേഷ്. ആ, രാജേഷാണ്. 2020 പട്ടികയിൽ 2020 പട്ടികയിൽ താങ്കളുടെ അല്ലെങ്കിൽ വാർഡിലുണ്ടായിരുന്ന VM ബിനുവിന്റെ വോട്ട് 2020 പട്ടികയിൽ കാണാനില്ല. അതിൽ 2020 പട്ടികയിൽ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ വിനോദിന്റെ തൊട്ടായിട്ടുള്ള വീടുകളുടെ നമ്പറാണ്. പക്ഷെ ഇതിരുന്നാലും ഈ പറഞ്ഞ 176 വിട്ടിട്ട് ഏകദേശം 800 ചില നമ്പർ വരുന്ന വോട്ടുകൾ 864 വോട്ടുകളുണ്ട്. ഈ സ്ഥലങ്ങൾ പല സ്ഥലത്തും ചെതറിക്കിടക്കുകയാണ്. ചിലത് ബൂത്തുകൾ മാറി വരെ കിടക്കുന്നുണ്ട്. അതായത് ഈ വോട്ട് ക്രമപ്രകാരം അല്ല കോർപ്പറേഷൻ വോട്ടർ പട്ടികയിലുള്ളത്. കാരണം ഈ അല്ല ആ വാർഡിൽ വോട്ട് വിനോദം ചെയ്തിട്ട്, കാരണം എറണാകുളത്ത് പോകാണ്ടായിട്ട് രാവിലെ വിളിച്ച് പെട്ടെന്ന് വന്ന് ചെയ്തു പോയതാണ് വിനോദം അന്ന് രാവിലെ തന്നെ. കാരണം ആ ബൂത്തിൽ വോട്ടിന്റെ എണ്ണം പരിമിതമായതിനെ കൊണ്ട് തിരക്ക് കുറവായിരുന്നു. അപ്പോൾ വിനോദം വന്ന് ചെയ്തിട്ടുണ്ട്. കാരണം മരുമകളെ വോട്ട് ചേർത്താൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ച സമയത്ത് മകൾ ഇവിടെ ഉണ്ടാവില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞതാണ്. അതാണ് ഞാൻ ഇത്രയും ക്ലാരിറ്റി പറഞ്ഞത്. കാരണം വിനോദിനെ ഞാൻ തന്നെ സംസാരിച്ച സമയത്തും വിനോദ് എറണാകുളം പോകാനുള്ള ഒരു വ്യക്തമായി പറഞ്ഞു എനിക്ക് എറണാകുളം പോകണം പെട്ടെന്ന് പറഞ്ഞത് കൊണ്ട് രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്ത് പോയി. ഇപ്പൊ താങ്കൾക്കാണെങ്കിൽ കുറച്ച് കൃത്യമായിട്ട് അറിയാൻ കഴിയുമല്ലോ. ഇതിനകത്ത് ഈ ക്രമ നമ്പറിൽ പറയുന്ന 171 നമ്പർ വോട്ട് എന്ന് പറയുന്നത് ബാലൻ നായരാണ്. അത് ഇദ്ദേഹത്തിന്റെ അയൽവാസിയാണ്. തൊട്ട് 2 വീട് അപ്പുറമാണ്. 2 വീട് അപ്പുറമാണ്. രാജൻ എന്ന് പറയുന്നത് രാജൻ ഒരു ഇപ്പുറത്തുള്ള വീടാണ്, കേക്കുമ്പളപ്പേട്ട തൊട്ടടുത്തുള്ള വീടാണ്. ശ്രീലത എന്ന് പറയുന്നത് ആരാണ്? ശ്രീലത എന്ന് പറയുന്ന രാജന്റെ ഭാര്യയാണ്. എന്നിരുന്നാൽ ഈ ഓർഡർ പ്രകാരമുള്ള ഇവരെ മക്കളെ വോട്ടൊന്നും തൊട്ടടുത്തില്ല. അത് വേറെ ക്രമ നമ്പറിലാണ് വരുന്നത്. അതായത് പോലും ആ വാർഡിൽ വോട്ടില്ല. വിനോദൻ ആ വാർഡിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് വോട്ടർ പട്ടിക ഞാനിപ്പോ ഒരാളെടുത്ത് പരിശോധിക്കുന്നുണ്ട്. അതെന്തായാലും എടുത്തിട്ട് DCC നേരത്തെ ഏൽപ്പിക്കുന്നതായിരിക്കും. അല്ല, ഞങ്ങൾക്ക് ഇതിനെ കലക്ടർ ഉറപ്പ് തരുന്നു. ഞങ്ങൾ കലക്ടർ നൽകിയ ഉറപ്പിൽ വിശ്വസിക്കുന്നു. ഇന്നലെ ഞങ്ങൾ പോയ പ്രതി സംഘത്തോടും MK രാഘവന്റെ ഫോണിലും ഈ നഗരത്തിൽ ജീവിക്കുന്ന ഒരാളുടെയും വോട്ട് നിഷേധിക്കില്ലെന്നും വോട്ട് നിഷേധിക്കുന്നത് ബോധ്യപ്പെട്ടാൽ അതിന് ആ അവകാശം ഉറപ്പാക്കുമെന്ന് ഞങ്ങൾക്ക് അദ്ദേഹം വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾ പൂർണ്ണ വിശ്വാസമാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളിപ്പോൾ EROവിന് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപേക്ഷയുമായി EROനെ കാണാൻ പോകുകയാണ്. ഒരു കാണാൻ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അദ്ദേഹത്തിന് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ള നോക്കുക എന്നുള്ള പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു. സാധാ ഞാൻ ഒറ്റ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ. 18 വയസ്സ് പൂർത്തിയായ കാലാകാലങ്ങളിൽ ഒരു നാട്ടിൽ ജീവിക്കുന്ന ആൾക്ക് വോട്ടവകാശം ഉണ്ടാവില്ല എന്ന് ഏതർത്ഥം ഞങ്ങൾ വിശ്വസിക്കണം? അങ്ങനെ വിശ്വാസമല്ല ഞാൻ പറഞ്ഞത്. അത് പരിശോധിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഞാൻ തോന്നിയില്ല. ഇതൊരു പാഠമാണ് ഞങ്ങൾക്ക്. ഒരു മിനിറ്റ്. വോട്ടർ പട്ടികയിൽ പേരെന്നുള്ളത് ആരുടെയും ഔദാര്യമല്ല, ഏതൊരാളുടെയും അവകാശമാണ്. ആ അവകാശം ഇവിടെ നിഷേധിക്കപ്പെടും എന്നുള്ള സ്വപ്നത്തെ പോലും ചിന്തിച്ചില്ല. ബട്ട് ഇറ്റ് ഇസ് എ ലെസൺ, പാഠമാണ്. VM ബിനുവിന് വോട്ടില്ല എന്നുള്ളത് അത് ഗൂഢാലോചനയാണെന്നുള്ള കോൺഗ്രസിന്റെ വാദം പൊളിയുകയാണെന്ന് ഉള്ള ആ നിഗമനങ്ങൾക്കെതിരെ കൂടിയാണ് കോൺഗ്രസ് സംസാരിക്കുന്നത്. മനഃപൂർവ്വം വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതാണെന്ന് ആവർത്തിക്കുകയാണ്. വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള വാദവും CPMന്റെ വാദവും പരിപൂർണമായിട്ട് തള്ളുന്ന കാഴ്ചയാണ് കാണുന്നത്. നിയമപരമായ പോരാട്ടത്തിലേക്ക് തന്നെ കടക്കും എന്നാണ് VM ബിനു മാധ്യമങ്ങളോട് ആവർത്തിച്ചത്. അതുതന്നെയാണ് DCC പ്രസിഡന്റ് പറഞ്ഞത്. അതേസമയം VM ബിനു താമസിക്കുന്ന മലാപ്പുറം ഡിവിഷനിൽ 2020 ബിനുവിന് വോട്ടില്ല എന്നുള്ള വാദമാണ് CPM എടുത്തു പറയുന്നത്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലാപ്പുറമിൽ വോട്ട് ചെയ്തുവെന്നാണ് ബിനു കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള CPMന്റെ വാദങ്ങൾ പക്ഷേ പൂർണ്ണമായി തള്ളിക്കൊണ്ട് നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുന്നു എന്നുകൂടി കോൺഗ്രസ് ആവർത്തിക്കുകയായിരുന്നു ഈ സമയത്ത്.